മലയോര മേഖലകളിൽ മഴ എപ്പോഴും ശക്തമായി തുടരുന്നൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി നിങ്ങളെ KSEBിയിലേക്ക് വിളിച്ച് വിവരം അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെ വീട്ടിലെ വൈദ്യുതി കടക്കാത്ത രീതിയിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് സേഫായി മാറി നിൽക്കണം. ഒരിക്കലും നമ്മൾ വീടിനൊന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ നമ്മൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു മുൻധാരണ മാറ്റി വെച്ചുകൊണ്ട് അതാത് സുരക്ഷാ കേന്ദ്രങ്ങളിലേക്കും ക്യാമ്പുകളിലേക്കും പോകണം. അതേപോലെ തന്നെ കൺട്രോൾ റൂമിലേക്ക് നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ സാഹചര്യം അറിയിക്കുകയും വേണം. ക്യാമ്പുകളിലേക്ക് പോകേണ്ടതാണ്. മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിഭയങ്കരമായ ദുരന്ത കാഴ്ച തന്നെയാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. അത്തരം ചർച്ചകളിലേക്കൊക്കെയാണ് കിടക്കുന്നത്. ഇപ്പോൾ വയനാട്ടിലുള്ള വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ് വയനാട്ടിലും. ഇത് കോഴിക്കോടുള്ള കുറച്ച് ദൃശ്യങ്ങളാണ്, കോഴിക്കോടുള്ള ഒരു പ്രദേശത്തെ ഒരു ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. എന്തായാലും വളരെ മഴ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് അറിയിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കണം, KSEBിയിലേക്ക് വിവരം അറിയിക്കണം. അതൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ആരും ഇതൊരു ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരം വെള്ളം കയറിയ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള ഉരുൾപൊട്ടിയ സ്ഥലത്തേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒരു മുൻകരുതലോ ഒന്നുമില്ലാതെ പോകാൻ പാടില്ല. യാത്രകൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. കാരണം പല സ്ഥലത്തേക്കും റെസ്ക്യൂ ടീമൊക്കെ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കഴിയുന്നതും പരമാവധി നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ നിൽക്കണമെന്നാണ്. അതായത് സാഹചര്യം അനുകൂലമായ പ്രദേശത്തുള്ള ആൾക്കാർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ മറ്റ് യാത്രകൾക്കും മറ്റു ആൾക്കാർക്കുമുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. എന്തായാലും വളരെ ദയനീയമായ ഒരു കാഴ്ച തന്നെയാണ് കോഴിക്കോടുള്ള ചില സ്ഥലങ്ങളിലും മലപ്പുറത്തും അതേപോലെ തന്നെ വയനാട്ടിലൊക്കെ നമ്മൾ കാണുന്നത്. എല്ലാവരും സുരക്ഷിതമായിരിക്കുക.